നമുക്കിന്ന് ബിദ്അത്തിന്റെ കക്ഷികൾ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അംഗസംഖ്യ എത്ര ഗ്രൂപ്പായി ചിന്നിച്ചതറിയാലും ഒരാളവിടെ നിങ്ങോട്ട് പോരുന്നില്ല, പോരാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ചെതറിക്കിടക്കുകയാണെങ്കിലും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് അവരെ പ്രചരണങ്ങളിൽ വഞ്ചിതരായി അകപ്പെട്ട് ചില്ലറ പ്രവർത്തകന്മാർ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഖ്യാപിതമായ നിലപാടാണ്. അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കരുത്. ബിദഅകളുമായുള്ള ബന്ധവിച്ഛേദം, അവരുമായുള്ള സൗഹൃദം നമുക്ക് വേണ്ട, അവരുമായുള്ള ചങ്ങാത്തം നമുക്ക് വേണ്ട, അവരുമായുള്ള യോജിപ്പ് നമുക്ക് വേണ്ട. വളരെ കൃത്യമായി തീരുമാനങ്ങൾ എഴുതി ഒപ്പിട്ട് അംഗീകരിച്ച് അവർ ജനസമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചു. നമ്മുടെ പൂർവികരെ ആരാണ് ഈ പണ്ഡിതന്മാർ? ആ പണ്ഡിതന്മാരാണെന്ന് പരിശോധിക്കണം. അവരെടുത്ത തീരുമാനം വളരെ കൃത്യമാണ്. ബിദ്അത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക. 5 കാര്യങ്ങളാണ് അവർ തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചത്. ബിദ്അത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയാണ്. 2ാമത്തെ കാര്യം ബിദ്അത്തുകാർക്ക് സലാം ചൊല്ലാതിരിക്കുക. 3ാമത്തെ കാര്യം ബിദ്അത്തുകാരുടെ സലാം മടക്കാതിരിക്കുക. 4ാമത്തെ കാര്യം ബിദ്അത്തുകാരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക. 5ാമത്തെ കാര്യം അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഇതെല്ലാം ഫിഖ്ഹിന്റെ കിതാബുകളിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട മസ്അലകളാണ്. ആ മസ്അലകൾ വളരെ അനുയോജ്യമായ നിലയിൽ അവർ തീരുമാനിച്ച് ഒപ്പുവെച്ച് മുസ്ലിം സമൂഹത്തെ മൊത്തം ബോധ്യപ്പെടുത്തി.